കാക്കു വന്നത് പ്രമാണിച്ചിട്ട് തന്നെ ഫുഡ് ഓർഡർ ആക്കിയിരുന്നേ. അങ്ങനെ അത് എത്തിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് പരിപാടി എന്തെന്നാ വെച്ചാൽ പെട്ടി പൊട്ടിക്കൽ തന്നെ. അപ്പോൾ ഇതാ ഉമ്മാക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റൂളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉമ്മ ഏൽപ്പിച്ച ആൾക്കോ ഇതിനെപ്പറ്റി ഒരു എബിസിഡി അറിയില്ല ഗൈസ്. ഇവൻ്റെ പൊട്ടിക്കലും കാത്തിരുന്ന മക്കളെ ഏകദേശം കുഴങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഉമ്മച്ചി ഇവനെ ഗൾഫിക്ക് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കാന്ന്. എന്ത് കണ്ടിട്ടാണോ പറഞ്ഞിരുന്നത്? ഒരു പെട്ടി തന്നെ അവനെ കൊണ്ട് പൊട്ടിക്കാൻ കഴിയുന്നില്ല ഗൈസ്. മാമ കൊണ്ടുവന്ന പെട്ടി നോക്കിയിരുന്ന മക്കളൊക്കെ ഏകദേശം ലോ ബാറ്ററി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അവരുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ ഒടുവിൽ അവന് പൊട്ടിച്ചു ഗൈസ്. അതാ കിടക്കണ കിണ്ടിയും വെള്ളം തല തിരിഞ്ഞിട്ടാണ് കേട്ടോ അവൻ പൊട്ടിച്ചത്. പല ഐറ്റംസ് ചോക്ലേറ്റുകളും ഉണ്ട് കേട്ടോ. ന്യൂഡിൽസ്, നട്ട്സ്, മക്കൾക്ക് കളിക്കാനുള്ളത്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മളിതാ വാവുമായിട്ട് തന്നെ ഒരു ചോക്ലേറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ബ്രോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അൽഫാമും മന്തിയായിരുന്നു. ഉമ്മ അവിടെ ഭയങ്കര തിരക്കാന്ന് കേട്ടോ. നമ്മുടെ റിലേറ്റീവിന് നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാനുള്ള മിഠായി എടുത്ത് വെക്കാന്ന്. അപ്പോൾ ഇതാ ഉപ്പാക്കൊരു വാച്ച് കൊണ്ടുവന്നിരുന്നു. ഉപ്പ കടയിൽ നിന്ന് വന്നപ്പോൾ ഉപ്പാക്ക് വാച്ച് കൊടുത്തപ്പോൾ ഉപ്പാൻ്റെ മുഖത്തുള്ള ആ ഒരു സന്തോഷം നിങ്ങൾ നോക്കി ഗൈസ്. എൻ്റെ ഉപ്പാക്കുണ്ടല്ലോ എന്തൊരു ചെറിയ സാധനം കൊടുത്താലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ആ ഒരു സന്തോഷ പ്രകടനമാണ് ആ മുഖത്ത് കാണുന്നത് കേട്ടോ. അങ്ങനെ ആ പെട്ടിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കേട്ടോ.